അപൂർവ ധാതുക്കളിൽ ചൈനയുടെ ആധിപത്യം തകർക്കാൻ ഇന്ത്യക്ക് ഒരു സുവർണാവസരം. ആഗോള അപൂർവ ധാതു വിപണിയിൽ ചൈനയുടെ ഉരുക്കുമുഷ്ടി തകർക്കാൻ ഇന്ത്യക്ക് ഈ സുവർണാവസരം നൽകുന്നത് മറ്റാരുമല്ല, അഫ്ഗാനിസ്ഥാനാണ്. അപൂർവ ധാതുക്കളുടെ മേലുള്ള പതിറ്റാണ്ടുകളായുള്ള ചൈനീസ് ആധിപത്യത്തിന് ഇതോടെ തിരശ്ശീല വീഴാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാന്റെ വാണിജ്യ വ്യവസായ മന്ത്രി അൽഹജ് നൂറുദ്ദീൻ അസീസി ഇപ്പോൾ ന്യൂഡൽഹിയിലുണ്ട്. തങ്ങളുടെ ധാതു സമ്പന്നമായ ഭൂപ്രദേശത്ത് നിക്ഷേപം നടത്താൻ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം തുറന്ന ക്ഷണം നൽകിയിരിക്കുകയാണ്. സിമന്റ്, കൃഷി, ആരോഗ്യ സംരക്ഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, IT, ഊർജം, തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ വ്യവസായികളെ സ്വാഗതം ചെയ്യുന്നെങ്കിലും യഥാർത്ഥ ആകർഷണം എന്ന് പറയുന്നത് അഫ്ഗാന്റെ അപൂർവ എർത്ത് മൂലകങ്ങൾ ഖനനം ചെയ്യാൻ ഇന്ത്യൻ കമ്പനികളെ ക്ഷണിക്കുന്നു എന്നത് തന്നെയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, റിന്യൂവബിൾ എനർജി സംവിധാനങ്ങൾ, അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് അത്യന്തം സഹായകമാകുന്ന നിർണായക ധാതുക്കളാണിവ. ലിഥിയം, നിയോഡൈമിയം, സീറിയം പോലുള്ള ഉയർന്ന ഡിമാൻഡുള്ള റെയർ എർത്ത് എലമെന്റ്സ് നിക്ഷേപങ്ങൾ കാരണം വിദഗ്ധർ പലപ്പോഴും അഫ്ഗാനിസ്ഥാനെ അപൂർവ ധാതുക്കളുടെ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. ലോകമെമ്പാടുമുള്ള അപൂർവ ധാതു ഖനനത്തിന്റെ പകുതിയിലധികവും ഏതാണ്ട് 55% കൈവശം വയ്ക്കുകയും സംസ്കരണത്തിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത് ചൈനയാണ്. അതുകൊണ്ട് ചൈനയെ മറികടക്കാൻ ഒരു വഴി ഇപ്പോൾ കബൂളിൽ നിന്ന് ഇന്ത്യക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. സമീപകാല അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ വ്യാപാരമെല്ലാം തന്നെ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. അവർ ആ വിപണി അടച്ചിരിക്കുകയാണ് പാകിസ്ഥാന് നേരെ. പാകിസ്ഥാനുമായി ഏതാണ്ട് $5 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ $1 ബില്യൺ കുറഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്ന് എത്രയും വേഗം വ്യാപാരവും ഉഭയകക്ഷി ബന്ധവും സാധാരണഗതിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ വന്നിരുന്നു. ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഉപയോഗിച്ച് താലിബാനിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കും എന്നൊക്കെ പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന് വീണ്ടും ചൊടിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഈ തന്ത്രപരമായിട്ടുള്ള സാമ്പത്തിക സാധ്യത അഫ്ഗാൻ തുറന്നു നൽകുന്നത്. കരാർ ഉറപ്പിക്കുന്നതിനായിട്ട് അസീസി ആകർഷകമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കൾക്ക് യന്ത്രങ്ങൾക്കും 1% തീരുവ, ഫാക്ടറികൾക്ക് സൗജന്യ ഭൂമി അനുവദിക്കും, നിരന്തരമായിട്ടുള്ള വൈദ്യുതി വിതരണം, പുതിയ വ്യവസായങ്ങൾക്കുള്ള ഒരു വർഷം 5 വർഷത്തെ നികുതി ഇളവ്, വേറെ എന്തെങ്കിലും നമുക്ക് വേണമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഓഫറാണ് വച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, ഇന്ത്യൻ കമ്പനികളെ ഖനനം ചെയ്യാൻ മാത്രമല്ല, കുറഞ്ഞ വേതനമുള്ള തൊഴിലാളികളും ബിസിനസ് സൗഹൃദപരമായിട്ട് പോളിസികളും തരാം. അവിടെ വന്ന് ഈ കമ്പനികൾ സംസ്കരണ പ്ലാന്റുകൾ കൂടെ സ്ഥാപിക്കണമെന്നാണ് അഫ്ഗാൻ മന്ത്രി പറയുന്നത്. ലിഥിയം, നിയോഡൈ പോലുള്ള റെയർ എർത്ത് മിനറൽസിന്റെ മൈനിങ്ങിലേക്കുള്ള പ്രവേശനം, ഇലക്ട്രിക് വാഹനങ്ങൾ, ശുദ്ധമായിട്ടുള്ള ഊർജം, പ്രതിരോധ നിർമ്മാണം എന്നിവയെ ഇന്ത്യയുടെ ഭാവി ലക്ഷ്യങ്ങൾക്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് അകന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലേക്ക് തിരിയുന്നത് മധ്യേഷ്യയിലെ ന്യൂഡൽഹിയുടെ പങ്കിനെയും ശക്തിപ്പെടുത്തുമെന്ന് പറയാതിരിക്കാൻ വയ്യ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.